പ്രിയമുള്ളവരെ, രാജീവ് ജോസഫിന്റെ നിരാഹാര സമരം ആരംഭിച്ചിട്ട് 10 ദിവസം, 10ാമത്തെ ദിവസമാണ് കടന്നുപോകുന്നത്. ഇത്രയേറെ ഒരു ത്യാഗം സ്വന്തം നാട്ടിലെ എയർപോർട്ടിന് വേണ്ടി ഏറ്റെടുത്ത അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ഞാൻ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. അതിനു മുമ്പിൽ ഞാൻ നമിക്കുന്നു. ഒരുപാട് ശ്രമം നടത്തിയ ഒരു സംഭവമാണ് എന്നെ സംബന്ധിച്ചും ഈ പോയിന്റ് ഓഫ് കോൾ. എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണം? എന്തുകൊണ്ടാണ് കണ്ണൂരിലെ എയർപോർട്ട് കേരളത്തിലെ ഏത് എയർപോർട്ടിനേക്കാളും മെച്ചപ്പെട്ട എയർപോർട്ടാണ്. അതിന്റെ വിസ്തൃതി കൊണ്ട്, അതിന്റെ സൗകര്യങ്ങൾ കൊണ്ട് ഒക്കെ എല്ലാറ്റിനെയും തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു എയർപോർട്ടാണ് കണ്ണൂർ എയർപോർട്ട്. ആ എയർപോർട്ട് മാത്രമല്ല, ഗൾഫ് കൺട്രീസിലൊക്കെ ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് പോകുന്ന എയർപോർട്ടും കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളാണ്. വടക്കൻ മേഖലയിലെ ആളുകളാണ് ഗൾഫ് കൺട്രികളിലേക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന ആളുകൾ ഇവിടെ നിന്നാണ് പോകുന്നത്. ഇവിടെയും അത് കഴിഞ്ഞാൽ കോഴിക്കോടുമാണ്. അപ്പൊ എന്നിട്ട് പോലും നമുക്ക് നമ്മുടെ എയർപോർട്ടിന് പോയിന്റ് ഓഫ് കോൾ തരുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഒളിഞ്ഞുതിരിക്കുന്ന രഹസ്യം എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ കക്ഷികൾക്ക് അതീതമായി എല്ലാ എംപിമാരും നമ്മൾ 2 വട്ടമായി ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നു. അടുത്ത ദിവസം നമ്മൾ ഏതെങ്കിലും കമ്മിറ്റി വരുമ്പോഴോ അല്ലെങ്കിൽ പാർലമെന്റിന്റെ സ്റ്റാർട്ടിങ്ങിലോ മന്ത്രിയെ കണ്ട് നമ്മൾ ഒരുമിച്ച് എല്ലാ എംപിമാരും കൂടെ, രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാ എംപിമാരും കൂടെ ഇതിനു വേണ്ടിയുള്ള ഒരു അഭിമുഖം മന്ത്രിമാരുമായി നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവരെ കാണും, സംസാരിക്കും. അതിനു മുമ്പ് രാജ്യന്റെ സമരം കൊണ്ടിരുന്നു നേടാൻ പറ്റിയെങ്കിൽ നിങ്ങളൊരു മഹാഭാഗ്യവാനാണ്. നിങ്ങളൊരു സ്റ്റാച്യു ഞാൻ എയർപോർട്ടിന്റെ മുമ്പിൽ നിൽക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നത് നാടിന്റെ ആവശ്യമാണ്, നാട്ടാരുടെ ആവശ്യമാണ്, നാടിന്റെ വികസനത്തിന്റെ ആവശ്യമാണ്. ആ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ശ്രീരാജ് നടത്തുന്നത്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ഞാൻ അനുമോദിക്കുന്നു. എല്ലാ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. ഈ സമരം കൊണ്ട് അവസാനിക്കുമെങ്കിൽ അവസാനിക്കട്ടെ എന്നതാണ് എൻ്റെ പ്രാർത്ഥന. ഞങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് നമസ്കാരം ചെയ്യും.